ഇത് മിൽമയുടെ തൈരാണിത് കേട്ടോ, പുളിയില്ലാത്ത തൈര്. അപ്പോൾ അത് വാങ്ങിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കാനാണ്. ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തേങ്ങ അരച്ചല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാണ്ട് ആദ്യം ജീരകപ്പൊടി ഇട്ട്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വിസ്ക് വെച്ച് നല്ലതുപോലെ വിസ്ക് എനിക്ക് ആദ്യം കണ്ടിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ സ്പൂൺ വെച്ചൊന്ന് ഇതൊന്ന് ഇളക്കി നോക്കി, കാരണം കറക്റ്റ് കൺസിസ്റ്റൻസി മഞ്ഞൾ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടും പിന്നെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ. ഇത് വെറും തൈരാണ്. ഇനി ഞാൻ ഇതിനകത്ത് വെള്ളം മാത്രമേ ചേർക്കൂ. ഓക്കെ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ വിസ്ക് വെച്ച് നല്ലതുപോലെ തവി എടുത്തങ്ങ് മാറ്റിയിട്ട് നല്ലതുപോലെ ഇത് വിസ്ക് വെച്ച് നല്ലപോലെ കലക്കണം. നല്ലപോലെ നമ്മൾ ഇത് പണ്ടൊക്കെ തൈര് ഉടച്ച് നെയ്യ് എടുക്കത്തില്ലേ, ആ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് മത്ത് വെച്ചിങ്ങനെ ആക്കത്തില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇതൊന്ന് ശരിക്കും അങ്ങ് നല്ലതുപോലെ അങ്ങ് കലങ്ങും. ഓക്കെ. എന്നിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. അത് അത്രയും തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഒന്നുകിൽ അടുപ്പിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കുക, ലേശം ചൂടാക്കുക. ഓക്കെ. തിളച്ച് പോകരുത്. അപ്പം ഒരുപാടങ്ങ് ഇച്ചിരി അങ്ങ് ഒത്തിരി ചൂടാവുകയാണെങ്കിൽ ഇതങ്ങ് കുറച്ച് നേർത്ത രീതിയാവും. അപ്പോൾ ഇത് ചൂടേ വരാവുള്ളൂ, വെറും ചൂട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ ചെയ്യുന്നത് അടുപ്പിൽ വെച്ചല്ല, ഓവനകത്ത് 2 മിനിറ്റ് വെക്കും. ഓക്കെ. കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടെന്നാണ് ഞാനത് കാണിച്ചത്. എന്നിട്ട് അടുപ്പിൽ വെച്ച് 2 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ചെറിയ ചൂടാവും. എന്നിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. ഓക്കെ. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇല്ല, ആയിട്ടില്ല. ഞാൻ അടുപ്പിലോട്ട് വയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അടുപ്പിലോട്ട് കറക്റ്റ് 2 മിനിറ്റ് വെക്കത്തുള്ളൂ. 2 മിനിറ്റ് ചൂടായാൽ മതി നമുക്ക്. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് വെച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ TV ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചത്. വെറുതെ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് കിച്ചണിലെ കതവ് അടച്ചിട്ട് നിന്ന് വോയിസ് ഓവർ അന്നേരം തന്നെ അങ്ങ് നോർമലിൽ എനിക്ക് എടുക്കാമായിരുന്നു, ഞാൻ എടുത്തില്ലത്. അപ്പോൾ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ മീൻ പോകുന്നത് കേട്ടോ. അതൊന്ന് പോയി കണ്ടു നോക്കണം എല്ലാവരും കേട്ടോ. ഇപ്പം കുറേ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഒതുക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ മുറത്തിനകത്ത് കുറേ സാധനം കാറിനകത്തൊന്നും മുറത്തിലെടുത്തിട്ടുകൊണ്ടാണ് വന്നത്. സഞ്ചിയൊന്നും കൊണ്ടുപോയില്ലായിരുന്നു, മീൻ വാങ്ങിക്കാൻ പോയിട്ട്. എന്നപ്പോൾ നമ്മളങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ നല്ലൊരു കടയുണ്ട്, അത് ഞാൻ ഒരു ദിവസം ഒന്ന് വീഡിയോ കാണിക്കാം. ഏകദേശം ചെറിയ ലൂല് അതുപോലൊരു കടയുണ്ട്. അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ 2 മിനിറ്റ് വെച്ചെങ്കിലും അര മിനിറ്റൊക്കെ ആകുമ്പോൾ ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ചൂട് കറക്റ്റായിട്ട് എല്ലായിടവും ആവും. ഇളക്കി കൊടുത്തില്ലേ മുകളിൽ മാത്രം ചൂടായിരിക്കും, താഴോട്ട് ചൂടാവാതിരിക്കും. അപ്പോൾ നമുക്ക് അതായിട്ട് ഇനി നമുക്ക് കടുക് വറുക്കണം. കടുക് വറുത്തിപ്പം ഞാൻ എന്താ ചെയ്യാൻ പോവാന്ന് വെച്ചാൽ, ഇന്ന് നല്ലൊരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ അരി ഞാൻ തിളപ്പിച്ച് ഊറ്റിയിട്ടിരുന്ന് അതെടുത്ത് മൊരിക്കാൻ വെക്കാൻ പോവുക. അപ്പോൾ ഇതൊന്നുമല്ല എനിക്ക് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് കാണിക്കാൻ വരുന്നത് ഈ പുളിശ്ശേരി മെയിനായിട്ടൊരു സംഭവമാണ്. പുളിശ്ശേരി ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഞാൻ തേങ്ങ അരച്ച് വെക്കാറില്ല പുളിശ്ശേരി. ഈ രീതിയിലാണ് വെക്കുന്നത് പുളിശ്ശേരി. വെള്ളം മാത്രം ഒഴിച്ച്, അത്യാവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ച് കുറുകിയ ഈ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല കുറുകിയിരിക്കും. അപ്പം ഇത് നമ്മളങ്ങോട്ട് മൊരിച്ചെടുത്തിട്ട് ഇനി അപ്പോഴത്തേനും ആ പുളിശ്ശേരി അങ്ങ് ശരിയാവും. എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് ഈ പുളിശ്ശേരിക്കകത്ത് ഇതിപ്പോൾ അതിൽ നിന്ന് എടുക്കാം. നമുക്ക് ഒന്നും കൂടെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്താലുണ്ടല്ലേ നല്ല ചൂട് ഫുള്ളും എല്ലാത്തിനകത്തും നല്ല
ക്രമീകരിക്കാൻ പറ്റും എല്ലാത്തിനകത്തും. അപ്പോൾ മൊരിച്ചും കൂടെ വെച്ചിട്ട് ഇനി ഇന്ന് നമ്മൾ 3 ഐറ്റംസാണ് വാങ്ങിച്ചത്. കൊഞ്ച് വാങ്ങിച്ചു, പിന്നെ ഞണ്ട് വാങ്ങിച്ചു, പിന്നെ കരിമീൻ വാങ്ങിച്ചു. 5 കരിമീനാണ് നമ്മൾ വാങ്ങിച്ചത്. അത് 5 ഞാൻ ഇപ്പോൾ പൊരിക്കും. നിങ്ങൾ വിചാരിക്കും ഇത്രത്തോളം എല്ലാവരും കൂടെ തിന്ന് തീർക്കുകയാണോ എന്ന്. എല്ലാം കൂടെ മീനൊക്കെ നമുക്ക് ചോറൊക്കെ കുറച്ചിട്ട് മീൻ കഴിക്കുന്നതാണ് നല്ലത്, നമ്മളെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം എന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് കളറായതുകൊണ്ട് എൻ്റെ പുളിശ്ശേരിയുടെ നല്ല ഇങ്ങനെ ഞാൻ ഇളക്കി നോക്കിയിട്ട് ആ മത്ത് വെച്ച് ആക്കിയിട്ട് ചൂടാക്കുമ്പോൾ കറക്റ്റ് നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ലല്ലോ, നമ്മുടെ കരിമീനില്ലേ, കരിമീൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ച കരിമീൻ പൊള്ളിച്ചതായിരുന്നു. ഇപ്രാവശ്യം ഞാൻ കരിമീൻ ഫ്രൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കടുക് വറുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ടേ അങ്ങ് അടച്ചങ്ങ് വെച്ചേക്കണം. അപ്പോൾ ആ കടുവറുത്ത എണ്ണയുടെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും ചൂട് കൊണ്ട് ഇത് കറക്റ്റായിട്ടുള്ള പരുവമാവും. ഞാൻ ഇങ്ങനെ തന്നെ വെക്കത്തുള്ളൂ ഇവിടെ ഈ പുളിശ്ശേരി. തേങ്ങ അരച്ച് വെക്കുമ്പോൾ അതിന് വേറെ ഒരു വേറെ ഡിഫറെൻറ്റ്, നമ്മൾ പുളിശ്ശേരി കൂട്ടുന്ന പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നോ. അപ്പം ഈ തൈര് നമ്മൾ വാങ്ങിക്കുന്നത് പുളിയില്ലാത്ത തൈര് വാങ്ങിക്കണം ഇതുണ്ടാക്കണമെങ്കിൽ. അപ്പോൾ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആ പുളിയൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയും കൂടെ അരച്ചെങ്കിലേ ആ പുളിയൊക്കെ ഇച്ചിരി ഒന്ന് കുറയത്തുള്ളൂ. പുളി ഇല്ലാത്ത തൈരും കിട്ടും, പുളിയുള്ള തൈരും കിട്ടും, മിൽമയിൽ നിന്ന് കിട്ടും. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഞാൻ പാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഞാൻ തൊലിച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. വട്ടത്തിലരിഞ്ഞാണ് എപ്പോഴും ഞാൻ വട്ടത്തിലരിഞ്ഞ കടുക് വറുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കറി വെക്കാം. ഇന്ന് മണലിൽ അമ്പലത്തിലെ ഉത്സവമാണ്. നമുക്ക് ഉത്സവത്തിനും പോകണം. സമയമില്ല, ഇപ്പം തന്നെ ഒരുപാട് സമയമായി. പിന്നെ ഇച്ചിരി ഇത് കഴിച്ചിട്ടൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വേണം. അപ്പോഴത്തേനും പോകാൻ പറ്റുമോ എന്നറിയില്ല, നോക്കാം, ശ്രമിക്കാം നമുക്ക്. അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇത് അരിഞ്ഞിട്ട് നമ്മൾ വറ്റൽ മുളക് മസ്റ്റായിട്ടും ഇതിനകത്ത് കടുക് വറുത്ത് വയ്ക്കണം. കാരണം 3-4 ഞാൻ ഇടും. കാരണം ഈ പുളിശ്ശേരിക്ക് ഒരു എരി കിട്ടാൻ വേണ്ടിയിട്ട്, ചെറിയ എരി. അപ്പോൾ ആ കടുക് വറുക്കുന്നതിൻ്റെ ആ മുളകിൻ്റെ എരിയാണ് ഇത്. നമ്മുടെ വീട്ടിലെ ഇതിനകത്ത് ഉണക്കി വെച്ചേക്കുന്നതിനകത്ത് നമ്മുടെ വീട്ടിലെ മുളകില്ലേ, കാന്താരി, ആ കാന്താരി പഴുത്തതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്ക്. അപ്പോൾ അതിന് നല്ലൊരു ആവശ്യത്തിനുള്ള എരിവും കിട്ടും. അപ്പം അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് ഈ കടുക് വറുത്തത് സെറ്റാക്കി ഇതിനകത്തങ്ങ് ഒഴിച്ച് അടച്ചങ്ങ് വെക്കും. അപ്പം അടച്ച് വെക്കുമ്പോൾ ആ ചൂട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. നല്ല മനസ്സിലായേ? അപ്പം ഞാനത് നുള്ളിപ്പറക്കി എടുക്കും. എനിക്ക് കാന്താരി തന്നെ വേണം. കാന്താരി ഇടുമ്പോൾ കുറച്ച് എരിവ് കിട്ടും. അല്ലാത്ത പച്ചമുളകിനും ഇവിടുത്തെ എരിയാണ്. അത് ഞാൻ ഉണക്കി വെച്ചേക്കുന്നതാണ്. ഇനി അടുത്ത സെറ്റ് ഉണക്കാൻ ഇട്ടേക്കുന്നു. ഇത് തീരുമ്പോഴത്തേനും നമ്മുടെ കറക്റ്റ് പരുവത്തിൽ ഒരു സാധാരണ പുളിശ്ശേരി നമ്മൾ സദ്യക്കൊക്കെ പോകത്തില്ലേ, ആ ഒരു പരുവമാണ് ഞാൻ എടുക്കുന്നത്. ഇച്ചിരി കട്ടി. നമ്മൾ നോർമൽ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കട്ടി കുറച്ചായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഇച്ചിരി കട്ടി കൂട്ടിയാണ് സദ്യക്കൊക്കെ ഒഴിക്കുന്ന അതേ പുളിശ്ശേരി പോലെ ഇരിക്കും. കണ്ടേ, ഇത് ഒഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത് അതവിടെ വെച്ചിട്ട് നമുക്ക് കരിമീൻ്റെ മസാലകൾ പുരട്ടാം. അതിനകത്ത് ഓഫാക്കി, ഞാൻ തീ അങ്ങ് ഓഫാക്കി. ഇനി ഇതങ്ങ് അടച്ച് വെക്കുക എന്നുള്ള അടുത്ത പരിപാടി. അപ്പോൾ ചോറും പുളിശ്ശേരിയും പിന്നെ കരിമീൻ ഫ്രൈയും മീൻകറി കുറച്ച് മുളക് കറി ഇരിപ്പുണ്ട്, അതും കൂടെ എടുക്കാൻ ഇന്നത്തെ പ്ലാൻ. പിന്നെ പച്ചക്കറി ഇച്ചിരി വെച്ചായിരുന്നു, അതും കൂടെ. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. പച്ചക്കറി എപ്പോഴും നിങ്ങളെ കാണിക്കുന്ന പച്ചക്കായും കുറച്ച് പയറും കൂടെ ഇട്ട് ലേശം ഇട്ട് ഒരു കറി വെച്ചു. അപ്പോൾ പുളിശ്ശേരി നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കുറച്ച് ഡെയിലി എടുത്ത് ഇച്ചിരി കൊണ്ടുപോകാൻ പറ്റും. അടച്ചും വെച്ച് നമ്മുടെ തവി അങ്ങെടുത്ത് മാറ്റി വെക്കണം. അടച്ച് വെച്ചിട്ട്
ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അല്ല കരിമീൻ നല്ല സുന്ദരമായ കരിമീനായിരുന്നു. ഇതൊന്ന് തിന്നപ്പോൾ എന്താ ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി പറഞ്ഞല്ലേ, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം ആ പാത്രങ്ങളും ഒപ്പം തന്നെ എടുത്ത് വെച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് പുളിയാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. പുളിയും പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ആ പുളി വെള്ളത്തിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലേശം വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, പുളിയുടെ വെള്ളം കറക്റ്റായില്ല. എന്നിട്ട് ഇതിൻ്റെ ഈ വരയുമല്ലേ നമ്മുടെ ഈ വറുക്കാനുള്ളതിന്, അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ തേച്ച് കൊടുക്കണം. തലയുടെ ഈ അകത്തോട്ടൊക്കെ ഇച്ചിരി തേച്ച് കൊടുക്കണം. അങ്ങനെ നല്ലപോലെ സെറ്റാക്കി നല്ല പുരട്ടി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യിക്കണം. ഓക്കെ, എന്നിട്ട് അടച്ചു. ഇനി നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി റെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എല്ലാത്തിലും പിടിക്കുമല്ലേ, നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം. എസ്പെഷ്യലി കരിമീനാണ്. ഞാൻ ഇവിടെ എല്ലാത്തിലും അല്ലെങ്കിലും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്, ഞാൻ പറയുകയാണ്. അങ്ങനെ ഈ വേറെ എണ്ണകൾ ഉപയോഗിക്കുന്നിടത്ത് വെളിച്ചെണ്ണ വെച്ചതൊന്ന് പൊരിച്ചെടുത്ത് നോക്കണം, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. അപ്പം ഇത് അടച്ച് വെച്ചേക്കുന്നുണ്ടോ ഞാൻ, പിന്നെ നമ്മുടെ എല്ലാം നല്ല പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പൊരിക്കാൻ വെച്ച് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ 2 എണ്ണ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വേറെ പാത്രം കൂടെ എടുത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വേറെ പാത്രത്തിലും കൂടെ വേറെ ഒരു തവയില്ലേ, തവയ്ക്കകത്തും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ്, എണ്ണ ചൂടായാലും നമുക്ക് എണ്ണ നല്ല കൂടെ ചൂടായതിന് ശേഷം മീനിട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇതിനകത്ത് വളരെ ഇച്ചിരി ചെറുത് ഒരെണ്ണയുള്ളായിരുന്നു. എല്ലാം ഒരുവിധം വലുതായിരുന്നു, നല്ല വലുതായിരുന്നു. ഒരെണ്ണ ഇച്ചിരി ചെറുതായിരുന്നു. അപ്പം നമുക്ക് പറക്കിയിട്ട് കൊടുക്കാൻ തുടങ്ങാം. എണ്ണ ചൂടാവാറായിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് പറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇതിനകത്ത് 2 എണ്ണം വെക്കും കേട്ടോ. ഇതിനകത്ത് 2 പ്രാവശ്യം ഞാൻ പൊരിച്ച്, പിന്നെ അടുത്തത് ഈ നടുക്കൽ ഇതിനകത്ത് തവയെടുത്ത് വെച്ച് ഒരു പ്രാവശ്യം അതിനകത്ത് പൊരിച്ച്, ഇതിനകത്ത് രണ്ടാമത്തെ ഇതിൻ്റെ ഈ മൊരിഞ്ഞ പീസസും ഒക്കെ എല്ലാം ഞാൻ കോരിയെടുത്ത്, അത് തിന്നാൻ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കങ്ങ് പൊരിച്ചെടുക്കാം. അത് ഇച്ചിരി തീ കുറച്ചിടണം, വേഗവും വേണം. അല്ല പുളിശ്ശേരി ഇരിക്കുന്നത് കണ്ട എങ്ങനെ ഇരിക്കുന്നെന്ന്. ഇത് മീൻകറി, മുളക് കറി ഉണ്ടെന്ന് അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ചോറിട്ട് കേട്ടോ, ചോറിട്ട് ഇതാണ്ടേ പൊരിച്ചത് എല്ലാവർക്കും എടുത്തും വെച്ച്. ഓക്കെ, പച്ചക്കറിയുണ്ട്. അപ്പം എല്ലാം ആയിട്ടുണ്ട്. നമുക്കെന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ചോറുണ്ണാൻ തുടങ്ങാം. ഓക്കെ, ചോറുണ്ണാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ്. നമുക്കടുത്ത